ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് സക്കുലൻസ് പോട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സ് ആണിത്. റിവർ സാൻഡ്, വെർമി കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, പെർലൈറ്റ്, കുറച്ച് വെർമിക്കുലേറ്റ്, കരിക്കട്ട, അല്പം സാഫ് ഇവ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മിക്സാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ചട്ടിയുടെ അടിയിൽ അല്പം ക്ലേ ബോളിട്ട് പോട്ടിംഗ് മിക്സ് നിറച്ച് അതിനുശേഷം സക്യുലൻസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. സക്യുലൻസ് നടാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സിൽ വെള്ളം ഒട്ടും കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായി വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം സക്യുലൻസ് നടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ പോട്ടിംഗ് മിക്സിൽ അല്പം കൊക്കോ ചിപ്സ് നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിലത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാതിരുന്നത്. പിന്നീട് മഴവെള്ളമൊക്കെ ഒത്തിരി വീഴുന്ന സ്ഥലത്ത് സക്കുലൻസ് വെക്കാതിരിക്കുക. നന്നായിട്ട് അതിൻ്റെ പോട്ടിംഗ് മിക്സിൽ വെള്ളം വാർന്നതിന് ശേഷം മാത്രമേ നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എനിക്കൊത്തിരി ഇഷ്ടമുള്ള ചെടിയാണ് സക്കുലൻസ്. കുറേ പ്രാവശ്യം ഞാനിത് വാങ്ങി വെച്ചു. പക്ഷേ അതിൻ്റെ പോട്ടിംഗ് മിക്സ് ശരിയാകുന്നതുകൊണ്ടാകാം പലപ്പോഴും അത് നശിച്ചു പോയി. പിന്നെ ഈ ഒരു പോട്ടിംഗ് മിക്സ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ചെടി നന്നായിട്ട് വളരാൻ തുടങ്ങിയത്. ഈ ചെടിക്ക് മറ്റു ചെടികളെ പോലെ വലിയ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇടയ്ക്കൊക്കെ വളരെ ചെറിയ അളവിൽ NPK ആണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ രീതിയിൽ ഞാൻ നട്ട കുറച്ച് പ്ലാന്റ്സ് ആണിത്. ഈ രീതിയിൽ ഇന്ന് ഞാൻ നട്ട പ്ലാന്റ്സ് ആണിത്. സക്കുലൻസിന് നല്ല വെയിൽ ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് റൂബി നെക്ലേസിൻ്റെ പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ കുറച്ച് കട്ടിങ്സും ഞാൻ ഇതിൻ്റെ കൂടെ നട്ടിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വളർന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ കാണുന്നതാണ് റൂബി നെക്ലേസ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. Thanks for watching.